അന്തരിച്ച കോൺഗ്രസ് നേതാവ് PT തോമസിന്റെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും പാലായിൽ നടന്നു. PT തോമസ് ഫൗണ്ടേഷൻ പാലാ ചാപ്റ്റർ ഏർപ്പെടുത്തിയ PT പുരസ്കാരം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLAക്ക് ഉമാ തോമസ് MLA സമർപ്പിച്ചു. കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് ആദർശശുദ്ധിയും ആത്മാർത്ഥതയും ഉറച്ച നിലപാടുകളും കൊണ്ട് വേറിട്ട വ്യക്തിത്വമായിരുന്ന PT തോമസിന്റെ ഓർമ്മകൾ 2 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി പാലായിൽ സൗഹാർദ്ദ സദസ്സ് സംഘടിപ്പിച്ചു. PT തോമസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവുമാണ് നടന്നത്. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രഗത്ഭരായ പാർലമെന്റേറിയന്മാരെ ആദരിക്കുന്നതിന് PT തോമസ് ഫൗണ്ടേഷൻ പാലാ ചാപ്റ്റർ ഏർപ്പെടുത്തിയ PT പുരസ്കാരം മാത്യു കുഴൽനാടൻ MLAക്ക് ഉമാ തോമസ് MLA സമർപ്പിച്ചു. പാലാ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഹാളിൽ നടന്ന യോഗത്തിൽ മുൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷനായിരുന്നു. PT തോമസിന്റെ ഓർമ്മകളുമായി PT തോമസ് കാണിച്ചു തന്ന വഴികളിലൂടെ അദ്ദേഹത്തിന്റെ ആദർശം ഉൾക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് ഉമാ തോമസ് പറഞ്ഞു. PTക്ക് ആവശ്യമായ സമയത്ത് ചികിത്സ നൽകാൻ കഴിയാത്തതിലുള്ള വിഷമവുമുണ്ടെന്നും ഉമാ തോമസ് പറഞ്ഞു. PTക്ക് അസുഖം വന്നപ്പോൾ കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാൻ അച്ഛൻ പറഞ്ഞതുപോലെ സാധിച്ചില്ല എന്നുള്ള ദുഃഖം ഇപ്പോഴും മനസ്സിൽ പേറിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും സമയത്ത് കിട്ടേണ്ട ചികിത്സ കിട്ടാതെ പോയി എന്നുള്ള ദുഃഖം എപ്പോഴും ഒരു വേദനയായിട്ട് വിങ്ങലായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ഓർമ്മകൾ, സത്യസന്ധമായ നിലപാടുകൾ, സത്യത്തില് ഏത് കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പും പ്രത്യേകിച്ച് സഭയിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമൊക്കെ ആണെങ്കിൽ PT അത് എഴുതി തയ്യാറാക്കി ഒരു 2-3 വട്ടം ഞാനുണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുക പതിവായിരുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യം അവതരിപ്പിക്കുമ്പോഴും നല്ല രീതിയിൽ പഠിച്ച് അതുപോലെ അതിൻ്റെ എവിഡൻസുകളും തെളിവുകളും എല്ലാം നിരത്തി മാത്രം ഒരു വർക്കൗട്ട് നടത്തിയാണ് PT പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ്. സത്യസന്ധത, ആത്മാർത്ഥത, സുതാര്യത, നിർഭയത്വം എന്നിവയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ആവശ്യമായതെന്ന് അവാർഡ് സ്വീകരിച്ച ശേഷം മറുപടി പ്രസംഗം നടത്തിയ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. PT തോമസിനെ വ്യക്തമായി മനസ്സിലാക്കാൻ PT തോമസിന്റെ നിര്യാണത്തിന് ശേഷം മാത്രമാണ് കോൺഗ്രസുകാർക്ക് പോലും കഴിഞ്ഞതെന്ന് മാത്യു കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു. ഞാനൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ ഭംഗിന്തരേണ മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മാത്യു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ തവണ ഈ വിഷയം അവതരിപ്പിച്ച ആൾ ഇപ്പോൾ നിയമസഭയിലില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്നാണ് ഉദ്ദേശം. സോ ഡോണ്ട് ടേക്ക് ടു മച്ച് റിസ്ക് എന്നാണ് എൻ്റെ ഒരു മെസ്സേജ്. അപ്പം ഞാൻ മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതം ഒന്നേ ഉള്ളൂ, അത് അന്തസ്സായി ജീവിക്കാനുള്ളതാണ്. നിങ്ങൾ ഭയപ്പെടുത്തുന്ന പോലെ പേടിപ്പിക്കുന്നു. എക്കാലം MLA ആയിരിക്കാമെന്ന്, എന്നെ എക്കാലം നേതാവായിരിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ശൈലി ഇത് തന്നെയായി തുടരും. യു ഡു വാട്ട് യു ക്യാൻ എന്നുള്ള ഒരു അപ്രോച്ച് ആണ്. ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി ഷാർപ്പായിട്ട് ശൈലിയായിരുന്നു PT തോമസ്. നിയമസഭാംഗമെന്ന നിലയിൽ അലസതയും മടിയും ഒഴിവാക്കണമെന്ന് PT തോമസ് നൽകിയ ഉപദേശവും മാത്യു കുഴൽനാടൻ ഓർമ്മിച്ചു. കൃത്യമായ ഹോംവർക്ക് ചെയ്ത ശേഷം നിയമസഭയിൽ എത്തണമെന്നും PT തോമസ് നിർദ്ദേശം നൽകിയിരുന്നു. സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡിജോ കാപ്പൻ, അഡ്വക്കേറ്റ് ബിജു പുന്നതാനം, അഡ്വക്കേറ്റ് AS തോമസ്, AK ചന്ദ്രമോഹൻ, KO വിജയകുമാർ, പ്രസാദ് കൊണ്ടൂപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.